സുമതി വളവ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് മൈലമൂടുള്ള സ്ഥലമാണെന്നുള്ള ആൾക്കാർക്ക് അറിയാം. അർജുൻ അശോകന്റെ ക്ലൈമാക്സ് പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അത് എറണാകുളത്തേക്ക് മാറ്റിയ കാര്യം ഞങ്ങൾ ഈ സിനിമയിലൂടെ അറിയിച്ചതിന് വളരെ നന്ദിയുണ്ട്. തമാശയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ല ഇതായിരുന്നു. അശോകൻ്റെ മോനൊക്കെ നന്നായിട്ട് അഭിനയിച്ചു, കൊള്ളാം, നന്നായിട്ടുണ്ട്. എല്ലാവരും ഓരോ ക്യാരക്ടേഴ്സ് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സസ്പെൻസ് ഉണ്ട്. അഭിലാഷ് പിള്ളയോട് പറയാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ സുമതി വളവ് ഇവിടുന്ന് എറണാകുളത്തേക്ക് മാറ്റിയതിന് വളരെ നന്ദിയുണ്ട്. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ലോജിക് വൈസ് ആയിട്ട് അധികം നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക. ഹൊറർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഹൊറർ കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ പക്കയായിട്ട് കൊടുക്കും സ്ക്രിപ്റ്റ്. ഹാറ്റ്സ് ഓഫ് അഭിലാഷ് പിള്ള. സിനിമ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും സുമതി വളവിലൂടെ പോവാം. ആ പേടി ഒന്ന് നശിക്കും. ഹ്യൂമർ കൊടുക്കേണ്ടടുത്ത് എല്ലാം പക്ക അടിച്ചിട്ടുണ്ട്. കാസ്റ്റിംഗ് എടുത്ത് പറയേണ്ടതാണ്. കാസ്റ്റിംഗ് ആയാലും സിനിമാറ്റോഗ്രാഫി ആയാലും അർജുൻ അശോകന്റെ ക്ലൈമാക്സ് പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇല്ല കുഴപ്പമില്ല, മൊത്തത്തിൽ കൊള്ളാം. ഇല്ല സിനിമയുടെ കണ്ടോണ്ടിരിക്കുക പണ്ടത്തെ ഒരു ഓർമ്മ നമുക്ക് ഫീൽ ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ള ഇല്ല കേട്ടിട്ടേ ഉള്ളൂ. നല്ല സിനിമ. അപ്പോൾ ആ സിനിമയുടെ ഒക്കെ ക്വാളിറ്റി ഒക്കെ കളഞ്ഞു. ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരിയൽ ലെവൽ സാധനം. മിസ്പ്ലേസ് ആയിട്ടുള്ള കാസ്റ്റിങ്. പിന്നെ അവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ മണ്ടറൊന്നുമല്ല, വേറെ വണ്ടി നമ്പർ മാറ്റി. സുമതി വളവ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് മൈലമൂടുള്ള സ്ഥലമാണെന്നുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അത് എറണാകുളത്തേക്ക് മാറ്റിയ കാര്യം ഞങ്ങൾ ഈ സിനിമയിലൂടെ അറിയിച്ചതിന് വളരെ നന്ദിയുണ്ട്. കാരണം ഇതിലുള്ള അഭിനയിച്ചവരെല്ലാം എറണാകുളം ഭാഷയാണ് സംസാരിക്കുന്നത്. അത്രയെങ്കിലും ഒരു കാര്യമെങ്കിലും ഒരു സ്ക്രിപ്റ്റിലൊക്കെ ചെയ്യുന്ന ഒരു ചരിത്ര പ്രാധാന്യം അറിയിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരും വെച്ചിട്ട് ഒരു സിനിമ ഇറക്കുന്ന സമയത്ത് അങ്ങനെയുള്ള പരിപാടിയെങ്കിലും ചെയ്യേണ്ടി വരും. ലോജിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ നമുക്ക് കാണാൻ പറ്റിയൊരു മൂവിയാണ്. അപ്പോൾ അത് ഫാമിലീസായിട്ട് വന്ന് കാണാം. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ സുമതി വളവ് എന്ന് പറയുന്നത് ഈ ലോകത്തൊരു സുമതി വളവ്, അത് തിരുവനന്തപുരമാണ് അല്ലേ? ഇല്ല, സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ആ പേരിനോട് ഒരു ഇത് പുലർത്താൻ വേണ്ടി ഹൊററും കാര്യങ്ങളൊക്കെ കാണിച്ച് വെറുതെ നന്നായിരുന്നു. കുറച്ചുകൂടെ ഇതായിട്ട് എടുത്തിരിക്കും, പക്ഷേ ബോറൊന്നുമില്ല, നന്നായിരിക്കണേ, കാണാൻ കൊള്ളാം. തമാശയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ല ഇതായിരുന്നു. പക്ഷെ അത് വളരെ ഒരു പോകൃത്തിലാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ സുമതി വളവ് അങ്ങനെയുള്ളൊരു ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ വരുന്ന സമയത്ത് അതിൻ്റെ കാസ്റ്റിങ്ങും ബാക്കിയുള്ള സംഭവങ്ങളും ഇവണ് അവർ സംസാരിക്കുന്നത്. ഒരു പഴയ കാലഘട്ടത്തിലെ സാധനം എന്ന് പറയുന്നത് ചെരുപ്പിലും വണ്ടി നമ്പറിലും മാത്രം കൊണ്ടുവന്നാൽ പോരാ, അവർ സംസാരിക്കുന്ന ഭാഷയുണ്ട്, അത് എറണാകുളത്താണ്. അപ്പോൾ അഭിലാഷ് പിള്ളയോട് പറയാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ സുമതി വളവ് ഇവിടുന്ന് എറണാകുളത്തേക്ക് മാറ്റിയതിന് വളരെ നന്ദിയുണ്ട്. കാരണം ഇപ്പോഴും പലർക്കും അതിനെക്കുറിച്ചിട്ട് എറണാകുളത്ത് എവിടെയാണെന്നും കൂടെ ഒന്ന് ഇതിൻ്റെ അവസാനം പറഞ്ഞു തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കാരണം മറ്റേ അർജുൻ അശോകൻ്റെ മകനും എല്ലാവരും സംസാരിക്കുന്ന എറണാകുളം ഭാഷ. പിന്നെ ഉടായിപ്പ് എന്തൊക്കെ ഒരു ചെയ്യുന്നതിന് ആ പ്രൊഡ്യൂസറുടെ പൈസയോട് അത്യാവശ്യം നീതി പുലർത്തണ്ടേ ഇതിൻ്റെ മേക്കേഴ്സ്. കോമഡി അത്യാവശ്യം 2-3 സ്ഥലങ്ങളിൽ ഇച്ചിരിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മാത്രമല്ലല്ലോ, ഒരു ഹൊറർ സബ്ജക്റ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് അതിനോടുള്ള നീതി പുലർത്തിയിട്ടില്ല സിനിമ. ഒരു ശതമാനം പോലും നീതി പുലർത്തിയിട്ടില്ല. ആക്ടിങ്ങും BGMs ഒക്കെ നൈസായിരുന്നു. പടം നല്ല പടമായിരുന്നു. വിഷ്വൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭാഷയിൽ അതാ ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ലോജിക്ക് വൈസ് ആയിട്ട് അധികം നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക. ആ കഥയും ആ ഒരു നമ്മളവരുടെ നാട്ടുകാരുമായിട്ട് കൂടെ വന്ന് വലിയ പ്രശ്നമില്ല, നമുക്കത് കണ്ടിരിക്കാൻ വേണ്ടി. പോസിറ്റീവ് എന്ന് പറയാൻ ത്രില്ലിംഗ് ആണ്, പേടിക്കാനൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് നമുക്ക് മാത്രമേ ഉള്ളൂ ത്രില്ലിംഗ്. നമുക്ക് അവരൊരു ആനിമേറ്റഡ് സ്റ്റോറി പോലെയാണ് എനിക്ക് തോന്നിയത്. പടം അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. ലൈക്ക് ഒരു ഫാൻറ്റസി ഹൊറർ സംഭവമാണെങ്കിലും ഹൊറർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഹൊറർ കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ പക്കയായിട്ട് കൊടുക്കും സ്ക്രിപ്റ്റ്. ഹാറ്റ്സ് ഓഫ് അഭിലാഷ് പിള്ള. എനിക്ക് നമ്മൾ കേട്ടറിയുള്ളൂ സുമതി വളവെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കണ്ട ആ ഒരു ഇതിൽ ആ ഒരു ഹൊറർ സംഭവങ്ങൾ മാത്രമല്ല, ആ ഒരു ഹ്യൂമർ പുള്ളിക്കാരൻ സ്ക്രിപ്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ള എല്ലാം വർക്കൗട്ടായിട്ടുണ്ട്. എല്ലാം ഈച്ച് ആൻഡ് എലമെൻ്റ് എല്ലാം വർക്കൗട്ടാണ്. ഡയറക്ടർ അഭിനയിക്കുന്നുണ്ട്. അതുകൊണ്ട് മാളികപ്പുറത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് വന്നിട്ടില്ലെങ്കിലും മാളികപ്പുറമാണ് ബെറ്റർ. അശോകൻ്റെ മോനൊക്കെ നന്നായിട്ട് അഭിനയിച്ചു, കൊള്ളാം, നന്നായിട്ടുണ്ട്. സൂപ്പർ. ഓക്കെ. കത്തി നല്ല ക്ലൈമറ്റുള്ള പടമാണ്, കുഴപ്പമില്ല. പിന്നെ ഫസ്റ്റ് ഡേ തന്നെ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു സിനിമാ പ്രവർത്തകയാണ്. ചെറിയ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ കണ്ടു പഠിത്ത സംഭവങ്ങളൊക്കെ തോന്നും പലപ്പോഴും. പക്ഷെ എന്നാലും നന്നായിരുന്നു, അത്രയും സമയം പോയത് അറിഞ്ഞില്ല. അർജുൻ അശോകനൊക്കെ നല്ല അഭിനയമായിരുന്നു. എല്ലാവരും ഓരോ ക്യാരക്ടേഴ്സ് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഹൊറർ ഫീലിംഗ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഭയങ്കര പറയാനില്ല, നല്ല സസ്പെൻസ് ഉണ്ട്. സസ്പെൻസാണ്, അത്യാവശ്യം പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രേക്ഷകരോട് പറയാനുള്ളത് അത് നിങ്ങൾ അപ്സ് ടു യു, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ, വേണ്ടെങ്കിൽ കാണണ്ട. ഒരു കാര്യം പറഞ്ഞുതരാം, ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും സുമതി വളവിലൂടെ പോവാം. ആ പേടി ഒന്ന് നശിക്കും. റിപ്പീറ്റഡ് വാച്ച് മൂവിയാണ്.